കോഴിക്കോട് കോർപ്പറേഷൻ വോട്ടർ പട്ടികയിലും ക്രമക്കേടുണ്ടായെന്ന മുസ്ലിം ലീഗ്. മാറാട് ഡിവിഷനിലെ ഒരു വീട്ടിൽ മാത്രം 327 വോട്ടർമാരുണ്ട്. ഒരു വോട്ടർ ഐഡിയിൽ നിരവധി വോട്ടർമാരെ കണ്ടെത്തി. ഭരണം നിലനിർത്താൻ വോട്ടർ പട്ടികയിൽ CPM ക്രമക്കേട് നടത്തിയെന്ന ലീഗ് ആരോപിച്ചു. മാറാട് ഡിവിഷനിൽ ഉൾപ്പെട്ട 49/49 എന്ന വീട്ടു നമ്പറിൽ 327 വോട്ടർമാരുണ്ട് ഒരു വീട്ടിൽ. അത് മാത്രമല്ല, പുത്തൂർ ഡിവിഷനിൽ 4/400 എന്ന വീട് നമ്പറിൽ 248 വോട്ടർമാരുണ്ട്. ആവശ്യമായത് ചേർക്കാനും കൊള്ളിക്കാനും CPM-നും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അവസരം ഈ രാജ്യത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. ഇലക്ഷൻ കമ്മീഷന്റെ പൂർണ്ണമായ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും ഒത്താശയോടും കൂടിയാണ് കാര്യങ്ങളൊക്കെ കേരളത്തിലുടനീളം നടക്കുന്നത്. മുഹമ്മദ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, 327 വോട്ടർമാരാണ് ഒരു വീട്ടിൽ മാത്രമുള്ളത് എന്ന ഗൗരവമേറിയ ഒരു ആരോപണമാണ് ഇപ്പോൾ ലീഗ് ഉന്നയിച്ചിരിക്കുന്നത്. ലീഗ് ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏത് തലത്തിലായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള ഒരു നീക്കമാണോ ലീഗിന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകാൻ പോകുന്നത്? മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ പ്രസിഡന്റ് സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുവെയുണ്ട്. ഉദാഹരണം എന്ന നിലയിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെ വ്യാപകമായ രീതിയിൽ വോട്ടുകൾ, ഇരട്ട വോട്ടുകളും വ്യാജ വോട്ടുകളും ചേർത്തിട്ടുണ്ടെന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഉദാഹരണമായി അവർ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മാറാടിലെ 49/49 എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് മാത്രം 327 വോട്ടർമാരെ ആ ലിസ്റ്റിൽ കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുത്തൂരുള്ള 4/500 എന്ന് പറയുന്ന വീട്ടിൽ മാത്രം 320 വോട്ടർമാർ. അങ്ങനെ 240, 180, 160 ഒക്കെ വോട്ടർമാരുള്ള വീടുകളുണ്ട്. അതിനേക്കാൾ വിചിത്രമെന്ന് പറയുന്നത് ഒരേ വോട്ടേഴ്സ് ഐ ഡിയുടെ ഒരേ നമ്പറിൽ തന്നെ 5ഉം 6ഉം ഒക്കെ വോട്ടർമാരെ വ്യത്യസ്തമായ, അതായത് വോട്ടേഴ്സ് ഐ ഡി ഇലക്ഷൻ ID കാർഡിന്റെ ഒരേ നമ്പറിൽ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള വ്യത്യസ്ത ആൾക്കാരുള്ള ആ രീതിയിൽ വ്യാപകമായ രീതിയിൽ കള്ള വോട്ടുകൾ CPM ചേർത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ CPM-ന് വിജയസാധ്യത കുറഞ്ഞ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ UDF-ന് വിജയസാധ്യതയുള്ള വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ വോട്ടുകൾ ചേർത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇത് വ്യാപകമായി ഉണ്ടായതുകൊണ്ട് തന്നെ പരിശോധിച്ച് ഇതിന്റെ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വൈകി എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇനി അവർ ഇന്നെന്തായാലും വോട്ടർ പട്ടികയുടെ അവസാനം, അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തുന്നുള്ള അവസാന തീയതിയായിരുന്നു. അതുകൊണ്ട് ഇനി അത് തിരുത്താനുള്ള സമയം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ തെളിവുകളെല്ലാം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനാണ് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് ഭാരവാഹികൾ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചുകൊണ്ട് മാത്രമേ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പറ്റൂ എന്നുള്ളൊരു നിലപാടിലേക്കാണ് അവരെത്തിയിരിക്കുന്നത്. ഒന്ന്, നിയമപരമായി സമീപിക്കും, അതോടൊപ്പം തന്നെ പ്രക്ഷോഭത്തിലേക്കും, വോട്ടർ പട്ടികയിൽ വ്യാപകമായി ക്രമക്കേട് വരുത്തി ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭത്തിലേക്കും പോയിട്ടുണ്ട്. എന്തായാലും മുഴുവൻ ഒരു കോഴിക്കോട് കോർപ്പറേഷന്റെ പൂർണ്ണമായ ഒരു പരിശോധന നടത്തിയിൽ നിന്നാണ് ആയിരക്കണക്കിന് ഇത്തരത്തിൽ വോട്ടുകൾ ഉള്ളതായി അവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യാപകമായ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിന് ഒത്താശ ചെയ്തിട്ടുള്ള ഗുരുതര ആരോപണം കൂടി ലീഗ് ജില്ലാ ഭാരവാഹികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനും അതോടൊപ്പം തന്നെ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാനുമാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ കോഴിക്കോട് നിന്നും നൽകിയത്.